ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 4 CPM പ്രവർത്തകർ കൂടി ജാമ്യം. വൈശാഖ്, ലെനിൻ രാജ്, രാഹുൽ അമൽ എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത്. ഇന്നലെ 9 പ്രതികൾക്ക് ജാമ്യം ലഭ്യമായിരുന്നു. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, കഴിഞ്ഞ ദിവസത്തിന്റെ നടപടി, അതിനുശേഷം ഇന്നിപ്പോൾ 4 പേർ കൂടി ആ ഹർജിയിൽ ജാമ്യം അനുവദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീക്ഷ, തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ 4 CPM പ്രവർത്തകർ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വൈശാഖ്, ലെനിൻ രാജ്, രാഹുൽ അമൽ എന്നിവർക്കാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. ഇന്നലെ 9 പേർക്ക് ജാമ്യം നൽകിയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 67 ദിവസം റിമാൻഡിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതികൾക്ക് കൂടി ജാമ്യം അനുവദിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന പ്രതികൾക്കൊന്നും തന്നെ മറ്റ് ഗുരുതര സ്വഭാവത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊന്നും തന്നെ അവർ പങ്കാളികളായിട്ടില്ല എന്ന കാര്യം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ 9 പേർക്ക് ജാമ്യം നൽകി, ഇന്ന് 4 പേർക്ക് കൂടി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മൊത്തം 13 പ്രതികളാണ് ഇപ്പോൾ ഇഡി ആക്രമണ കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട 25 പ്രതികളെയാണ് ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരാൾക്ക് നേരത്തെ തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ ജാമ്യം നൽകിയിരുന്നു. ആ ജാമ്യം നൽകിയ നടപടി വിവാദമായി. അതിൽ പിന്നീട് ആരോപണങ്ങളുമായി ഇഡിയും സംസ്ഥാന സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് മറ്റ് 11 പേർക്ക് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ജാമ്യം ലഭിക്കാനുണ്ട്. പക്ഷേ ഈ 11 പേർ ഇപ്പോൾ ജാമ്യ ഹർജിയുമായി കോടതിയെ സമീപിച്ചിട്ടില്ല. ഇവർക്ക് മറ്റ് കേസുകളൊക്കെ അവരുടെ പേരിലുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് ക്രിമിനൽ കേസുകളിലൊക്കെ പ്രതികളായിട്ടുള്ള ആളുകൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്.